ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചിക്കൻ മിക്സ് ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണം. നമുക്കതിന് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ ആദ്യം ഫസ്റ്റ് ചട്ടി അടുപ്പത്ത് വയ്ക്കുന്നു. ചെറിയ ചെമ്പാണ്. ഇതിൽ 2 കിലോ 3 കിലോ അരിയൊക്കെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അതിലേക്ക് നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുത്തു, സൺഫ്ലവർ ഓയിൽ. പിന്നെ അതിലേക്ക് പട്ടക്കറാമ്പ് ഇട്ട് കൊടുത്തു. എണ്ണ ചൂടായിട്ട് കേട്ടോ. പിന്നെ അതിന് ശേഷം സവാള ചെറുതാക്കി അരിഞ്ഞത്, ഒരു 4 സവാളയാണ് കേട്ടോ ചെറുതാക്കി അരിഞ്ഞത് ഇട്ടു. അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പും കൂടി ഇട്ടതിന് നന്നായി വാടിക്കിട്ടും. ഉള്ളി വാടിയ ശേഷം നമ്മൾ അതിലേക്ക് 4 തക്കാളി ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ട് മിക്സായ ശേഷം അതിലേക്ക് വേണ്ട മസാലക്കൂട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ആവശ്യത്തിന് എടുത്തതാണ്. ഇതിൽ 1 കിലോ അരിയാണ് കേട്ടോ ഞാൻ വെക്കുന്നത്. 1 കിലോൻ്റെ അരിൻ്റെ ബിരിയാണിയാണ് വെക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള മസാല എടുക്കാം. പിന്നെ ഇതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി എല്ലാം ആവശ്യത്തിന് എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് മല്ലിത്തളയും കൂടി ഇട്ട് കൊടുത്തിട്ട് മസാല നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഇറച്ചി ഇട്ട് കൊടുക്കാം. ചിക്കൻ ഞാൻ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് മസാലയൊക്കെ ഇട്ടിട്ട് അത് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിയാണ്. ഞാൻ അരി അളന്ന് വെച്ചിട്ടുണ്ട് കഴുകിയിട്ട്. വെള്ളത്തിലിട്ട് വയ്ക്കൊന്നും വേണ്ട, അരി കഴുകി വെച്ചാൽ മതി. 1 കിലോ അരിയാണ് കേട്ടോ. അപ്പോൾ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ എടുക്കുന്നത്. ഞാൻ ആദ്യം ഇതിലേക്ക് അരിയാണ് ഇട്ട് കൊടുക്കുന്നത്. വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് ഞാൻ അരി ഇട്ട് കൊടുത്തിട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ അതിലേക്ക് അരി ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അരിയിലൊക്കെ നന്നായിട്ട് മസാല പിടിക്കും, നല്ല ടേസ്റ്റ് കിട്ടും. 2 മുறை ഞാൻ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയപ്പോൾ എനിക്ക് നല്ലൊരു ടേസ്റ്റ് തോന്നി. അതാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് മസാലയിലൊക്കെ ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് മലബാറിൻ്റെ അരിയാണ് കേട്ടോ, മലബാർ ബിരിയാണി അരിയാണ് ഞാൻ ഇട്ടത് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് അളവ് മാറ്റി വെച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു കാലത്ത് ഞാൻ 1.5 ഗ്ലാസ് വെള്ളം, അപ്പോൾ 3 ഗ്ലാസ് അരിയാണ് ഇതിലുള്ളത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് വെള്ളം ഞാൻ അതിലേക്ക് ഒഴിച്ച് കൊടുത്തു. ഇനി ഇതിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതിലേക്ക് തൈര് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഒരു പാക്കേജ് തൈരിൻ്റെ ഒരു 1/4 ഭാഗം ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തൈരൊക്കെ ഒഴിച്ച് കൊടുക്കണം സെറ്റാക്കിയിട്ട്. തൈരിട്ട് കഴിഞ്ഞാൽ ബിരിയാണിക്ക് പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നല്ലൊരു ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പോലെ ചേർത്ത് കൊടുക്കാം. ചൊടി പോലെ എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഇരിക്കും, നന്നായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ അരി തിളയ്ക്കുന്നുണ്ട് കേട്ടോ. ചോറ് കുറച്ചും കൂടി വെള്ളം തിരികെ വറ്റിയ ശേഷം നമുക്ക് ദമ്മിടാൻ പറ്റുള്ളൂ. എന്നാലാണ് വേവ് നോക്കിയിട്ട് ദമ്മിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാ ഒരുവിധം അരി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നെയ്യ് ഒഴിച്ച് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് സെറ്റാക്കിയിട്ട് നമ്മൾ ദമ്മിടണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ദമ്മിടണം കേട്ടോ. ഒരു 1/4 മണിക്കൂറൊക്കെ വേണ്ടി വരും കേട്ടോ. ഇതിലേക്ക് നമ്മളിതിൽ കല്ല് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ആവി ഉള്ളിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ദമ്മ് പൊട്ടിച്ചു കേട്ടോ. 1/4 മണിക്കൂറിന് ശേഷം ദമ്മ് പൊട്ടിച്ചപ്പോൾ നമ്മുടെ ഇത് ബിരിയാണിയൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടോ, ചിക്കൻ മിക്സ് ബിരിയാണി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതിൽ നമുക്ക് സലാഡ് ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ വേറെ കറിയുടെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ എന്തായാലും മസ്റ്റായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബായ്.